الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فيه رجال يحبون أن يتطهروا والله يحب المطهرين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അളവറ്റ കരുണാനിധിയായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ അവിടുത്തെ ഉത്കൃഷ്ടരും സച്ചരിതരുമായ അനുയായി വൃന്ദത്തിന് ദീനിൻ്റെ ധർമ്മത്തിൻ്റെ നന്മയുടെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ അവിടുന്ന് ഒരിക്കൽ പറഞ്ഞത് ഇത്തഖൂ അൽ മലാഇൻ അസ്സലാസ, ശപിക്കപ്പെട്ട 3 ആളുകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. ആ 3 കൂട്ടത്തിലും നിങ്ങൾ പെട്ടുപോകരുത്. സഹാബികൾ കൗതുകത്തിലും അത്ഭുതത്തിലും ജിജ്ഞാസയിലും ചോദിച്ചു, വമസ്സലാസ യാ റസൂലല്ലാഹ്, ആരാണ് ആ 3 വിഭാഗം ആളുകൾ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത് അൽ ബിറാദ് ഫിൽ മവാരിദ്, ജലാശയങ്ങൾ അല്ലെങ്കിൽ ജലത്തിന്റെ ഉറവിടങ്ങൾ, ഉറവ് പൊട്ടുന്ന കേന്ദ്രങ്ങൾ അവിടെ വിസർജിക്കുന്നവനാണ്. ഔ ഖാരിഅത്തു ത്വരീഖ്, അല്ലെങ്കിൽ പൊതു വഴികളിൽ വിസർജിക്കുന്നവനാണ്. അവിർവല്ല്, അതല്ലെങ്കിൽ ജനങ്ങളുടെ തണലുകളിൽ, ജനങ്ങൾ വിശ്രമിക്കാനിരിക്കുന്ന ഇടങ്ങളിൽ വിസർജനം നടത്തുന്നവനാണ് എന്നീ 3 വിഭാഗത്തെ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയുണ്ടായി. അതൊരു ജനതയുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് പുരോഗതിയുടെ പറുദീസയിലേക്ക് കയറിപ്പോയി എന്ന് പറയുന്ന അഭിനവ കാലത്തും നമുക്കിന്ന് നല്ലപോലെ ബോധ്യമാണ്. ആളുകൾ നടക്കുന്നിടത്ത് അല്ലെങ്കിൽ ആളുകൾ വിശ്രമിക്കുന്നിടത്ത് ഇത്തരം കൃത്യങ്ങൾ ചെയ്യുമ്പോൾ
ആളുകൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന കുറെ അസഹനീയതകളുണ്ട്, കുറെ പ്രയാസങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ നിന്ന് ചില ശാപങ്ങൾ അറിയാതെ വരും. മതം ശാപത്തിൻ്റെതല്ല, പക്ഷെ എന്നിട്ട് പോലും അങ്ങനെയാണ് പ്രയോഗിച്ചത് പോലും. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതിൽ നിന്ന് നിങ്ങൾ ജാഗ്രത പാലിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശ്രദ്ധേയമാണ്. വർത്തമാനകാലത്ത് മാലിന്യ കൂമ്പാരങ്ങളും അതിൻ്റെ അടിയിൽപ്പെട്ട മരണങ്ങളും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മൃതദേഹം ലഭിക്കുന്നതും ഒക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ചിത്രമായി മാറുന്ന സാഹചര്യം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു കാലമാണ്. സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു അൻഹു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ, അങ്ങകല പേർഷ്യൻ നാട്ടിൽ നിന്ന് ദീനിന്റെ വെളിച്ചമറിഞ്ഞ് ഹിദായത്തിന്റെ മധുചഷകം മോന്തിക്കുടിക്കാൻ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തോടു കൂടി കടന്നു വന്ന ഒരു മനുഷ്യൻ. സൽമാൻ ഒരിക്കൽ പറഞ്ഞു, ഒരു ജൂതൻ സൽമാനെ കളിയാക്കുന്ന ഒരു രംഗമുണ്ട്. എന്ത് നബിയാണ് നിങ്ങളുടെ നബി? സ്വർഗലോകത്തെ കാര്യങ്ങൾ പറയേണ്ടതിന് പകരം വിസർജനത്തെക്കുറിച്ച് പറയാൻ ഒരു നബിയുടെ ആവശ്യമുണ്ടോ? സൽമാൻ അഭിമാനത്തോടു കൂടി തിരിച്ചു പറഞ്ഞു, അതെ, ഞങ്ങളുടെ നബി അങ്ങനെ തന്നെയാണ്. സ്വർഗലോകത്തെക്കുറിച്ച് മാത്രമല്ല, ഭൂമിയിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവനെങ്ങനെ വിസർജിക്കാൻ പോകണം, അവിടെ പോകുമ്പോൾ ഏത് കാലെടുത്ത് വെക്കണം, എന്ത് പ്രാർത്ഥന നിർവഹിക്കണം, അവൻ കൃത്യം കഴിയുമ്പോൾ എന്ത് ചെയ്യണം, അവനെങ്ങനെ ശൗച്യം ചെയ്യണം, അവനെങ്ങനെ തിരിച്ചു പോരണം, ഹത്തൽ ബിറാദ, വിസർജനം പോലും ഞങ്ങളെ പഠിപ്പിച്ച നബിയാണ് ഞങ്ങളുടെ നബി. ഞങ്ങൾക്കതിൽ അഭിമാനം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ദീനെല്ലാ വശങ്ങളെയും സ്പർശിച്ച് കടന്നു പോകുന്നു എന്നാണ് അതിൻ്റെ താല്പര്യം. ഇസ്ലാമിൻ്റെ ആരാധനാ രീതികളൊക്കെ പരിചയപ്പെടുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഭൂമിയിൽ വരുന്ന ഒരു മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹിന്റെ ഒരു വാക്ക് വല്ലാത്തതാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധമായ പ്രകൃതിയിലാണ് ഓരോ മനുഷ്യനും കടന്നു വരുന്നത്. അവൻ വിശുദ്ധനാണ്. ദീനിന്റെ ഇസ്ലാമിന്റെ സങ്കല്പം അങ്ങനെയാണ്. ക്രൈസ്തവ സങ്കല്പത്തെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ജനിക്കുന്നവരൊക്കെ പാപികളാണ്. ആ പാപം പേറുന്നു യേശു ക്രിസ്തു എന്നവർ വിശ്വസിക്കുന്നു. അതവരുടെ വിശ്വാസമാണ്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ വിശുദ്ധനായിട്ട് അവൻ കടന്നു വരുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഈ ശുദ്ധമായ പ്രകൃതി അവന്റെ ജീവിതാവസാനം വരെ നിലനിർത്തുക എന്നുള്ളതാണ് അവന്റെ ബാധ്യത. ശരീരം കൊണ്ട് ചെയ്യാവുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതെന്ന് പഠിപ്പിച്ച് അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയ്യത്തു വസ്സലാഹ്, അത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ ഷർത്തിന്റെ കാര്യം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം എന്നാണ്. അതിന് ചെറിയ അശുദ്ധിയാണെങ്കിൽ നിങ്ങൾക്ക് വുളൂ ചെയ്യണമെന്നാണ്. നിങ്ങൾക്ക് വലിയ അശുദ്ധിയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായി കുളി നിർവഹിക്കണമെന്നാണ്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ മനോഹരമായ നിയമങ്ങളാണ്. വൃത്തിയും ശുചിത്വവും ഒരു വ്യക്തിയുടെ, അങ്ങനത്തെ ഒരുപാട് വ്യക്തികളുടെ കൂട്ടമുണ്ടാകുമ്പോൾ അതൊരു സമൂഹത്തിന്റെ ചിത്രമായി മാറുന്ന മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. പുണ്യ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാൻ പഠിപ്പിച്ചു. ഓരോ വുളൂഹിന് ശേഷവും ഓരോ ദുആ പഠിപ്പിച്ചു. ഒരു ദുആ, അല്ലാഹുമ്മ ജഅൽനി, അതിന്റെ തുടക്കം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. വഹ്ദഹു ലാ ശരീക ലഹ്, അവനൊരേ ഒരുത്തനാണ്, അവന് പങ്കുകാരില്ല. അശ്ഹദു അന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി. അബ്ദുഹു വറസൂലുഹു, അദ്ദേഹം അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ ദൂതനുമാണ്. അബ്ദുഹു വറസൂലുഹു. പിന്നെ പറയാൻ വിധിക്കപ്പെട്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതക്കിരീൻ. അല്ലാഹുവേ, നീ
എന്നെ തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിലാക്കണം എന്ന് പറഞ്ഞാൽ ഉള്ളു ശുദ്ധമാക്കണം എന്നതിനർത്ഥം. എന്നെ ബാഹ്യമായും ശുദ്ധീകരിക്കപ്പെട്ടവനാക്കണം, എന്റെ ഉള്ളം പുറവും ശുദ്ധീകരിക്കപ്പെട്ടവനാക്കണം റബ്ബേ. اللهم اجعلني من التوابين واجعلني من المتطهرين. ദീനിന്റെ നിയമം പഠിപ്പിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളെ വിളിച്ചുണർത്തണം, നീ ഉത്ബോധനം നടത്തണം. യാ അയ്യുഹൽ മുദ്ദസ്സിർ, മൂടിപ്പതച്ച് കിടക്കണ്ട നബിയെ ഉയർത്തെഴുന്നേൽക്കണം, വിശ്രമിക്കാൻ ലവലേശം സമയമില്ല. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, എഴുന്നേൽക്കണേ, അവർക്ക് മുന്നറിയിപ്പ് നൽകണം. നബിക്കൊരു ക്വാളിറ്റി പഠിപ്പിക്കുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങൾ നീ പരിശുദ്ധമാക്കണം. അതൊരു വലിയ പോയിന്റാണ്. ഒരു സമൂഹത്തിന്റെ കൂടെ ഒരു ജനതയിലേക്ക് ഇറങ്ങുന്ന ഒരു മനുഷ്യൻ നല്ല വൃത്തി, നല്ല ശുചിത്വം, അത് നല്ല പോലെ പാലിക്കണം. ഈ മതം എത്ര ഹൃദ്യവും ആനന്ദകരവുമാണ്. കുഞ്ഞുനാളിൽ നമ്മൾ ഭൂമിയിൽ വരുന്ന ഒരു ദിവസം, ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ വരുന്നു, രക്തപങ്കിലമായ ഒരു രൂപം. പക്ഷെ അത് നമ്മളാരും അറിയുന്നില്ല, കാണുന്നില്ല. കുളിപ്പിച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് മന്ദസ്മിതം തൂകുന്ന, അല്ലെങ്കിൽ വാവിട്ട് കരയുന്ന ഒരു കുഞ്ഞായിട്ടാണ് പുറം ലോകത്ത് നമ്മൾ ഓരോരുത്തരും പ്രത്യക്ഷപ്പെട്ടത്. അന്ന് തുടങ്ങിയ ഒരു കുളിയാ, അതിങ്ങനെ തുടരും. അവസാനവും ഒരു കുളി. വെള്ള വസ്ത്രത്തിൽ വെള്ളം പൊതച്ചിട്ട് 3 കഷ്ണം തുണിയിൽ നമ്മളെ പൊതിയുമ്പോ അതിനു മുമ്പേ പ്രിയപ്പെട്ടവൻ ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും നല്ല സുഗന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളെ കുളിപ്പിക്കുമെന്നാണ്. തുടക്കവും കുളി, ഒടുക്കവും കുളി. തുടക്കവും നല്ല വസ്ത്രം, ഒടുക്കവും നല്ല വസ്ത്രം. വൃത്തിയുടെ ഒരു അനന്തത ദീനിനായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത്ഭുതം തോന്നും. പ്രകൃതിപരമായ കാര്യങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതെന്ന് അറിയും. ജനനേന്ദ്രിയത്തിലെ രോമം കളയണം, ഹദീസിന്റെ പ്രയോഗമാണ്, നാണിക്കട്ട വിഷയമല്ലത്. കക്ഷസ്ഥാനത്തിലെ രോമം വൃത്തിയാക്കണം, നിങ്ങളെ ശരീരം വൃത്തിയാക്കണം, നിങ്ങളെ നഖങ്ങൾ വെട്ടിയൊരുക്കണം. ദീന് പഠിപ്പിക്കണ്ടേ? ഒരു പ്രയോഗം കാണാം, 40 ദിവസത്തേക്കാൾ കൂടുതൽ നിങ്ങളുടെ നഖങ്ങളാകട്ടെ, നിങ്ങളെ രഹസ്യഭാഗങ്ങളിലെ രോഗങ്ങളാകട്ടെ നിങ്ങളെ വെച്ച് നിർത്തരുത്. ചില ഡോക്ടർമാർ പറയാറുണ്ട്, ചില മയ്യത്തുകൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യൻ, പക്ഷെ അയാളുടെ കാണാൻ ആരും കാണാത്ത സ്ഥലങ്ങളിൽ അയാളുടെ വൃത്തിയാക്കിയിട്ട് ദിവസങ്ങൾ എത്ര ആയിരുന്ന ഹദീസിലുള്ള വാക്കാണത്. 40 ദിവസത്തേക്കാൾ കൂടുതൽ 40 യൗമൻ. മനുഷ്യന്റെ വൃത്തി എത്ര പ്രധാനമാണ്, ശുചിത്വം എത്രമേൽ പ്രധാനമാണ്. ലൗലാ അന്നശുഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി ഇൻദ കുല്ലി വുദൂഅ്. എന്റെ ജനതക്ക് വിഷമമാകുമായിരുന്നില്ലെങ്കിൽ എല്ലാ വുദൂഇന്റെ ഉടനെയും അവരോട് പല്ല് തേക്കൽ നിയമമാക്കുമായിരുന്നു, നിർബന്ധിക്കുമായിരുന്നു. പക്ഷെ അതവർക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് മാത്രം. അപ്പൊ അതിന്റെ ഗൗരവമാണ് അവിടെ പഠിപ്പിച്ചത്. മനുഷ്യന്റെ സുഖം, മനുഷ്യന്റെ സുഗന്ധം അതേ മറ്റുള്ളവർക്ക് അനുഭവിക്കാവൂ. വിയർപ്പിന്റെ ഗന്ധം പോലും മറ്റുള്ളവർക്ക് നമ്മൾ പ്രയാസമുണ്ടാക്കരുത്. അത്ര സൂക്ഷ്മതയും അത്രമേൽ ജാഗ്രതയും പാലിക്കണം. അതുകൊണ്ട് ആ സഹാബത്ത് പറയുന്നു, നബിയുടെ വിയർപ്പിന് പോലും സുഗന്ധമാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത്ര കൂടുതൽ പ്രവാചകൻ സുഗന്ധം ഉപയോഗിച്ചു എന്നതിന്റെ അർത്ഥം. മോശമായൊരു ഗന്ധം മറ്റൊരാൾക്കില്ല. ഞങ്ങൾ സമ്മാനം കൊടുക്കാറുണ്ടല്ലോ നബിക്ക്, പലപ്പോഴും അത് സ്വീകരിക്കും, ചിലപ്പോഴൊക്കെ വേണ്ടെന്ന് പറയും, ചിലപ്പോഴൊക്കെ സ്വീകരിച്ച ഉടനെ ആർക്കെങ്കിലും അപ്പം തന്നെ ദാനം ചെയ്യുന്നത് അവിടുത്തെ വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും സ്വഭാവമാണ്. പക്ഷേ ഞങ്ങളെപ്പോ കൊടുത്തിട്ടും ഞങ്ങളോട്
വേണ്ടെന്ന് പറയാത്ത ഒരു സുഗന്ധം, ഒരു സമ്മാനം. അത് അത്വയ്യിബ്, അത് സുഗന്ധമാണ്. അവിടുന്ന് പറയാറുണ്ട്, ഹുബ്ബിബതു ഇലയ്യ അന്നിസാ, എനിക്ക് എൻ്റെ ഭാര്യമാരോട് ഇഷ്ടം തന്നു അല്ലാഹ്. വഹുബ്ബിബതു ഇലയ്യ അത്വയ്യിബ്, എനിക്ക് സുഗന്ധദ്രവ്യങ്ങളോടും പടച്ചവൻ ഇഷ്ടം തന്നു. ഹദീസ് ഇങ്ങനെ പരതുമ്പോൾ ആണുപയോഗിക്കുന്ന സുഗന്ധം, പെണ്ണുപയോഗിക്കുന്ന സുഗന്ധം എന്നൊക്കെ വേറെ വേറെ ചർച്ചകൾ കാണും, പ്രത്യേകിച്ച് അന്നത്തെ കാലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ട് അതിങ്ങനെ വായിച്ചെടുക്കാം. തീബുർ റിജാലി മാ ളഹറ റീഹുഹു വഖഫിയ ലൗനുഹു, പുരുഷന്മാർ ഉപയോഗിക്കുന്ന സുഗന്ധം അതിന്റെ നിറം പ്രകടമാണ്. മാ ളഹറ റീഹുഹു, അതിന്റെ ഗന്ധം വളരെ, സുഗന്ധം വളരെ പ്രകടമാണ്. വഖഫിയ ലൗനുഹു, അതിന്റെ നിറം നേരിയതാണ്, നേരിയ നിറം. ഇന്നത്തെ പോലെ ഒന്നും അല്ല. അന്ന് സുഗന്ധം ഉപയോഗിച്ചാൽ അതിങ്ങനെ ശരീരത്തില് വസ്ത്രത്തിലൊരു അടയാളമായിട്ട് കാണുന്ന. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സുഗന്ധത്തിന്റെ നിറം കണ്ടിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, എന്തേ അബ്ദുറഹ്മാൻ, വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചത് കാണും. അവരെ തൊട്ടടുത്ത് പറഞ്ഞു, വത്വീബുൻ നിസാ മാ ളഹറ ലൗനുഹു വഖഫിയ റീഹുഹു, സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം അതിന്റെ ഗന്ധം വളരെ നേരിയതാകണം, അതിന്റെ മണം കൂടിയ, അതിന്റെ നിറം എത്ര കൂടിയാലും കുഴപ്പമില്ല. അങ്ങനെയാണ് അതിനെക്കുറിച്ച് പരാമർശിച്ചതും. അത് വേറെ നീണ്ടൊരു വിഷയമാണ്, അവിടെ പോകല്ല. ഞാൻ പറഞ്ഞു വന്നത്, ശുചിത്വം എന്ന കാര്യത്തിൽ അത്രമേൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. മുടി ജടകുത്തി പിടിച്ച് നടന്നൊരു മനുഷ്യൻ, കുളിച്ചിട്ട് ദിവസങ്ങളായൊരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരുന്നു. ആ മനുഷ്യരെ കണ്ടപാടെ നബി പറയുന്നു, നീ ഒന്ന് പോക്, എന്നിട്ട് നീ ഒന്ന് കുളിച്ചു വാ, നിന്റെ താടി രോമങ്ങളും നിന്റെ ശരീരവും ഒക്കെ നല്ലപോലെ വൃത്തിയാക്കി വാ. അയാൾ പോയി. റസൂലുള്ളാഹിന്റെ ഉപദേശമാണ്, അത് ശിരസാ വഹിക്കുക അനുയായിയുടെ ബാധ്യതയാണ്. അങ്ങനെ പോയിട്ട് പിന്നെ അയാൾ തിരിച്ചു വന്നപ്പോ അയാളുടെ സൗന്ദര്യം കണ്ട് പ്രവാചകൻ പോലും വിസ്മയം തൂകി എന്നാണ്. ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് നബി പറയാണ്, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു ഭംഗിയുള്ളവൻ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ, അല്ലാഹു നല്ലവൻ, അവൻ നല്ലതിനെ ഇഷ്ടപ്പെടുന്നവനാണ്. നളീഫുൻ യുഹിബ്ബുൻ നളാഫ, അവൻ വൃത്തിയുള്ളവനാണ്, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നവനാണ്. കരീമുൻ യുഹിബ്ബുൽ കറമ, അവൻ മാന്യനാണ്, മാന്യതയെ ഇഷ്ടപ്പെടുന്നവനാണ്. ജവാദുൻ യുഹിബ്ബുൽ ജൂദ, അവൻ ധർമ്മിഷ്ഠനാണ്, ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫനല്ലിഫു അഫ്നിയതകും, അതുകൊണ്ട് നിങ്ങളുടെ പരിസരങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുക. അപ്പൊ വ്യക്തി ശുചിത്വം മാത്രമല്ല, പരിസര ശുചിത്വവും വളരെ പ്രധാനമാണ്. അതാ പഠിപ്പിച്ചത്. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലമാണ്. അത് ചിലപ്പോൾ ഉള്ളിലെ മാലിന്യമാകാം, അല്ലെങ്കിൽ പുറത്ത് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന മാലിന്യങ്ങളാകാം. രണ്ടായാലും വിശ്വാസി മുക്തനാകണം. അതുകൊണ്ടാണ് അൽ-ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ, 70 ചില്ലാനം ശാഖകളുണ്ട് ഈമാനിന്. അതിലെ അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലെ ഒന്നാമത്തെ ചില്ല അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. വഅദ്നാഹാ, അതിന്റെ ഏറ്റവും അടിയിലൊരു ചില്ല പൊട്ടിമുളച്ചു. ഇമാത്തത്തുൽ അദാഅനി ത്വരീഖ്, അത് വഴിയിലെ മാലിന്യത്തെ നീക്കം ചെയ്യലാണ്. ആ മാലിന്യം എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടുവരും. റോട്ടിലൂടെ പോകുമ്പോൾ നിറയെ കോഴി വേസ്റ്റ് കിടക്കുക. കേരളത്തിലൊരു പഠനം നടത്തി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കച്ചവടം നടത്തുന്നത് പ്രത്യേകിച്ച് മലബാറിലെങ്കിലും ഒരു സമുദായത്തിന്റെ മേൽവിലാസമാണ്. ഈ വേസ്റ്റ് എവിടുക്കാ കൊണ്ടുപോയി തട്ടുക? ആരില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി തട്ടുക. ഈമാൻ ലവലേശം തൊട്ട് തീണ്ടിയിട്ടില്ല. സുബഹിക്ക് ജമാഅത്തിന് പള്ളിക്ക് പോരുന്ന ഒരു മനുഷ്യന്റെ കയ്യിൽ ഭാര്യ ഒരു പൊതി കൊടുക്കുക, ഇതാ നിങ്ങൾ ആ വളവിൽ കണ്ട് എറിഞ്ഞോളി എന്ന് പറഞ്ഞു. ഈ സാധു അത് എറിഞ്ഞിട്ട് വന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിയിട്ട് പടച്ചറപ്പിനെ കളിയാക്കാൻ പാടില്ല. ദീനെന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? എത്ര ക്രൂരമായ ഏർപ്പാടാണെന്നറിയാം. അതിന്ന് വമിക്കുന്ന രോഗാണുക്കൾ
അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബാക്ടീരിയകൾ അത് മറ്റുള്ളവനൊരു രോഗമായി മാറുമ്പോ ഇവിടൊക്കെ മറന്നുപോയാലും മറന്നു പോകാത്ത ഒരു ലോകമുണ്ടല്ലോ. പൊന്നുമോനെ, നീ ഒരു കടുക് മണിയോളം ചെയ്തിട്ട് ഫതകും ഫീ സ്വഖറ, അതൊരു പാറക്കല്ലിൽ നീ ഒളിപ്പിച്ച് വെച്ചാലും നാളെ അള്ളാഹു അത് പുറത്തെടുക്കുമെന്ന് ലുഖ്മാൻ എന്ന ബാപ്പ മകനെ ഉപദേശിച്ചത്, പറഞ്ഞത് ഖുർആൻ. ആരാ അറിയണപ്പത്? അല്ല അറിയണ ഒരു കാലവും ഒരു നാളും എല്ലാം വെളിപ്പെടുന്ന ഖബറിന്റെ ഉള്ളിലുള്ളത് പുറത്തു വരുന്ന ഒരു ദിവസം, ഹൃദയത്തിലുള്ളതും പുറത്തു വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച്. അതുകൊണ്ട് അതീവ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. സഹാബ കിറാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതാണ്, ഖുബാ പള്ളിയിലെ കുറേ പാവങ്ങൾ അന്നത്തെ കാലത്ത് അതിനെപ്പറ്റി പറയാ, ഫീഹി റിജാൽ, അവിടെ കുറേ മനുഷ്യന്മാർ, യുഹിബ്ബൂന അൻ യതതഹറൂ, അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നവരാണ്, വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവരാണ്. സൂറത്ത് തൗബയുടെ 108-ാമത്തെ ആയത്താണ്, പഠിക്കേണ്ടതാണ്. എൻ്റെ തൊട്ട് മുമ്പ് പറയുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെ ചേർത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതികളാണ്. അതുകൊണ്ട് ശുചിത്വം ജീവിതത്തിൻ്റെ ഭാഗമാകണം. ചില വീട്ടിൽ കയറി നോക്കുമ്പോൾ അലക്കാനുള്ളതൊക്കെ കൂടി ഒരു മൂലയിൽ കൂട്ടിയിരിക്കുക. ഉമ്മാക്ക് ഒഴിവ് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന അമ്മയാണ് അവിടെ. ദീനുമായിട്ട് അതൊരു ബന്ധമില്ല കേട്ടോ. അന്നത്തെ മാലിന്യങ്ങൾ അല്ലേ, പാത്രങ്ങൾ എത്ര ദിവസത്തെ അല്ലേ, പെട്ടെന്നൊരു മരണാവിട്ട് സംഭവിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 4 ആള് വരുമ്പോൾ ആ വീടിനെ പറ്റി ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതെന്തായിരിക്കും എന്നുള്ള ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. നബി വീട്ടിൽ വരുന്നത് ഞങ്ങൾക്ക് പെരുത്തിഷ്ടമാണ്, ഭാര്യമാര് പറയാ. എന്നിട്ട് അതിന് പറഞ്ഞ ആ വാക്കെന്താണെന്നറിയോ? യഗസിലു സൗബഹു, അവിടുത്തെ വസ്ത്രം കഴുകുന്നത് അവിടെന്ന്, വയഖുത്തു നഅലഹു, അവിടുത്തെ ചെരുപ്പ് തുന്നുന്നതും നബി തന്നെ. എല്ലാവരും കൂടി ജോലി എടുത്താൽ അത്ര പണി ഉണ്ടാവില്ല. വീട്ടിലെ ജോലിയൊക്കെ അങ്ങനെയാണ്. നമ്മളാണത് ചിലരേ അത് എടുക്കാൻ പാടുള്ളൂ. ആൺകുട്ടി ജോലി എടുത്താൽ അവന് ഭാവി ഉണ്ടാവില്ല എന്ന് ഏതോ അന്ധവിശ്വാസം, ഏതോ വല്യമ്മയുടെ കാതിൽ മന്ത്രിച്ചു കൊടുത്ത ഒരു പിശാചിന്റെ തുനി മാത്രമാണ്. ദീനുമായിട്ട് അതിനൊരു ബന്ധമല്ലേ. ചൂലാർക്ക് കൊടുക്കാം, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നാട്ടുപുറത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ആൺകുട്ടികൾ ജോലി എടുത്താൽ ഇനി എന്താകാൻ, ഒന്നും ആകാൻ പോണില്ല, യാതൊരു അപകടം പറ്റാൻ പോണില്ല. മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഞാൻ പറഞ്ഞു വന്നത്. വൃത്തി വളരെ പ്രധാനമാണ്. ഈ പുളിക്കപ്പറമ്പിൽ ഞാൻ കണ്ടൊരു ഗുണങ്ങൾ ഒരുപാടുണ്ടാകാം. നല്ല വൃത്തിയുള്ളൊരു ബാത്റൂം, അൽഹംദുലില്ലാ, അത് നിലനിർത്തണം. സാധാരണ ഒരു പള്ളിയിൽ മലയാളത്തിൻ്റെ സാഹിത്യകാരൻ ബഷീർ പറഞ്ഞല്ലോ, പള്ളി എവിടെയെന്ന് ചോദിച്ചപ്പോൾ മൂത്രപ്പൻ കുറേയാണ് പോയിക്കോ, ഒരു മൂത്രത്തിൻ്റെ ഗന്ധം വരും, അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഒരു ചിത്രമാണ്. കാരണം പള്ളിയോട് തൊട്ട് ചാരിയിട്ടാണ് നമ്മൾ മൂത്രപ്പേര പണ്ടൊക്കെ ഉണ്ടാക്കി പഠിച്ചത്. വിദേശത്ത് പോയ ആളുകൾക്കറിയാലോ, ബാത്റൂമൊക്കെ എത്ര വിട്ടിട്ട പള്ളിയായിട്ട് ഒരു ടച്ചും ഉണ്ടാവില്ല. അത് സത്യത്തിൽ അങ്ങനെയാണ് അതിൻ്റെ കൾച്ചർ. ഖലാഖ് എന്നാണ് പഴയ പദം തന്നെ, അതിൻ്റെ അർത്ഥം ഒഴിഞ്ഞ സ്ഥലം എന്നാ. പിന്നെ നമ്മളെ ജീവിത രീതികളൊക്കെ മാറിയപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചില സംഗതികൾ വന്നതാണ്. ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒരുപാട് സംഗതികളുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ കൂട്ടുവായ ശ്രദ്ധിക്കണം, തുമ്മൽ ശ്രദ്ധിക്കണം. മറ്റുള്ളവരെ അത് സ്പ്രേ അടിച്ച പോലുള്ളൊരു തുമ്മൽ വേണ്ട. ഈ നിപ്പയെ പറ്റി പഠിച്ചല്ലോ, അതിൽ പറഞ്ഞ പ്രധാന കാരണം തുമ്മലിലൂടെ അത് പകരുന്നു എന്നാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആശുപത്രി കൊണ്ടുപോയ ഒരു കുട്ടി മരണപ്പെട്ടത് നിങ്ങളൊക്കെ വായിച്ചു, അല്ലെങ്കിൽ വീഡിയോകളിലൂടെ കണ്ടു. അള്ളാഹു കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും പ്രതീക്ഷിക്കൂല. ഒരു 14 വയസ്സിലൊക്കെ ഒരു മരണം ആര് കണക്ക് കൂട്ടാൻ? എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കണം. ഉയർന്ന ജോലി, പഠനം, വിവാഹം, കുടുംബം, കുടുംബനാഥൻ, ഇങ്ങനൊക്കെ ബാല്യകാലത്തിൻ്റെ തങ്കക്കിനാവുകൾ മനസ്സിൻ്റെ മാണിക്യക്കൊട്ടാരത്തിൽ അടുക്കി വെക്കുന്ന ഒരു നല്ല കാലത്ത് ഒരു കുട്ടി കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പാഠമാണ്.
ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ പാഠം അതിൻ്റെ പിന്നിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശുചിത്വം വളരെ പ്രധാനമാണ്, വൃത്തി വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ജുമഅക്ക് വരുമ്പോൾ കുളിക്കാൻ സുന്നത്തായി മാറിയത്. ജുമഅക്ക് നിയ്യത്ത് ചെയ്ത് കുളി അതിനൊരു പുണ്യമുണ്ട് എന്നാണ്. കാരണം ജനങ്ങൾ അടിയിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ എങ്ങനെയും ഇറങ്ങിക്കൊണ്ട്, അങ്ങനെയല്ല, അലങ്കാരത്തോടെ നല്ല നല്ല രൂപത്തിൽ പള്ളിക്ക് വരിക എന്നുള്ളതാണ്. പള്ളിക്ക് വരുമ്പോൾ ഏതോ ഒരു പഴയ കീറ ഷർട്ട് അല്ലേ, അങ്ങാടിക്ക് പോകുമ്പോൾ പുതിയൊരു ഷർട്ട്, അതൊരു കൾച്ചറല്ല. സുബീക്ക് ജമാഅത്തിന് വന്നിട്ട് പോകുമ്പോൾ പറഞ്ഞു പെരീക്ക് പോവുക, നമുക്കൊരു ചായ കുടിക്കാം. അപ്പോൾ അവൻ പറയുക, ഞാൻ ഇപ്പോൾ ഈ കോലത്തിൽ അങ്ങോട്ടില്ല, ഈ ഒരു കള്ളിത്തുണി, ഈ ഒരു ടീഷർട്ടൊന്നും ഇട്ടിട്ട് എൻ്റെ കൊടുക്കില്ല ഞാൻ. അപ്പോൾ എന്താണ് താല്പര്യം? പള്ളിക്കലേക്ക് ഏത് കോലത്തിലും വരാൻ ആരാ നമ്മളെ പഠിപ്പിച്ചത്? ഏറ്റവും ശുചിത്വത്തോടെ, ഏറ്റവും വൃത്തിയോടെ. സഹാബത്തിന്റെ ചരിത്രം അങ്ങനെ വായിക്കുമ്പോൾ വസ്ത്രങ്ങളില്ലാത്ത കാലം, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത കാലം. പക്ഷേ വെള്ളിയാഴ്ചക്ക് ഒരു വസ്ത്രം അവർ മുൻകൂട്ടി കരുതിയിരുന്നു. അത് അലക്കി വെച്ചിട്ട് അവർ വെള്ളിയാഴ്ചകളെ കാത്തിരിക്കുമായിരുന്നു. ഒരു പാടുണ്ട്. അതുകൊണ്ട് ആ മരിച്ച മയ്യത്തിന് വേണ്ടി ദുആ പഠിപ്പിച്ചെടുത്ത് പോലും പറഞ്ഞ വാക്ക്, അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ, പഠിച്ചവനെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ കഴുകണം. കമാ യുനഖ്ഖൽ അബിയദ്, വെള്ള വസ്ത്രം കഴുകുന്ന പോലെ, മിനദ്ദനസ്, അഴുക്കിൽ നിന്ന് വെള്ള വസ്ത്രം കഴുകിയപ്പോ അതിന്റെ തൂവെള്ള തവളിമ പ്രകടമായ പോലെ ഈ മയ്യത്തിനെ നീ കഴുകി ശുദ്ധീകരിക്കണം. അല്ലാഹുമ്മ അഗ്സിൽനീ ബിൽ മാഅ്, നല്ല വെള്ളം കൊണ്ട് കഴുകണം റബ്ബേ. വസ്സൽജ്, ആലിപ്പഴം കൊണ്ട് കഴുകണം റബ്ബേ. വൽ ബറദ്, തണുത്ത വെള്ളം കൊണ്ട് കഴുകണേ റബ്ബേ. എന്തെല്ലാം പ്രയോഗങ്ങൾ ഹദീസുകളിൽ കാണുന്നു. വലിയ ഗുണപാഠമാണ്. അതുകൊണ്ട് ശുചിത്വം ദീനിന്റെ ഭാഗമാണ്. അത് വ്യക്തി മാത്രമല്ല, പരിസര ശുചിത്വവും പ്രധാനമാണ്. വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും ദീനിന്റെ ഭാഗമാണ്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആ രീതിയിൽ ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് കഴിയണം. അള്ളാഹു ശുചിയുള്ളവരുടെ, ശുചിത്വമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ പറഞ്ഞത്. ആ കൂട്ടത്തിൽ അവൻ്റെ ഇഷ്ടഭാജനങ്ങളാകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.